2 ദിവസമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത രണ്ടാം വിവാഹം എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ അത് പല സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു വൈഡ് ടോപ്പിക് ആയിരിക്കും. എനിക്കതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്കൊരു പോയിന്റ് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ചില ഡിസിഷനുകൾ ചിലപ്പോൾ എടുക്കുന്ന സമയത്തുള്ള പക്വത കുറവോ തിരിച്ചറിവ് കുറവോ അല്ലെങ്കിൽ ദൈവം തന്ന ഒരു പങ്കാളിയോടൊപ്പം അല്ല നിങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ആന്തരിക മുറിവുകൾ കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് വഴിയായിരിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ച ഒരു ജീവിത പങ്കാളിയെ അല്ല നിങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് എല്ലാ മനുഷ്യനും ഒരു കോളുണ്ട്. അതിൽ തന്നെ ചിലർക്ക് പ്രത്യേകതരമായൊരു കോളുണ്ട്. ഇനി അഥവാ ഒരു പ്രത്യേക കോൾ ഇല്ല എങ്കിലും നിങ്ങളുടെ സോള് നടന്ന് തീർക്കേണ്ട ഒരു യാത്രയുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ ഈ നിങ്ങളൊരു റോങ് പേഴ്സണിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെയും ആ വ്യക്തിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ ജീവിതയാത്രയ്ക്ക് അയാൾ സപ്പോർട്ടീവായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന് അയാളെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും. പക്ഷെ ആ വ്യക്തി ഈ ഒരു മാറ്റത്തോടൊന്നും സഹകരിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ജേണിക്ക്, ഉദാഹരണം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജീവിതയാത്രയുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ദൈവം എന്നെ കരുണ കാണിച്ചു, എന്നെ നടത്തി, എന്നെ ഈശോ വീണ്ടെടുത്തു. അപ്പോൾ എനിക്ക് ഈശോയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്പിരിച്വൽ ലൈഫ് എൻ്റെ വിവാഹ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ ഒപ്പം പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ദൈവത്തിന് ഇനി അടുത്ത സ്റ്റെപ്പ് എൻ്റെ ജീവിതത്തിൽ ഇതാണ് ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയധികം പരിശീലിപ്പിച്ച ഒരാൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ പരിപാലിച്ച് ഇത്രയും നടത്തിയ ഒരാൾക്ക് തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ പറ്റൂ. അപ്പോൾ ദൈവം നിങ്ങളെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു നല്ല ജോലിയിൽ എത്തിച്ചേരണം, ആ ജോലിയിലൂടെ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതായിരിക്കും നമ്മുടെ വിളി. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഭൂമിയിൽ എന്തിനു വന്നോ അത് പൂർത്തീകരിക്കാതെ നമുക്ക് ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ ചകഞ്ഞാലും ചിന്തിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ അത് സങ്കീർണമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമുക്കിത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ സംഗതി മനസ്സിലാക്കിപ്പിക്കാനും കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഡോക്ടർ ആവേണ്ട ഒരു സ്ത്രീയെ ഡോക്ടറായി ഒരുപാട് പേരെ രക്ഷിക്കണം എന്നുള്ളത് ദൈവം അയാളെ കുറിച്ചുള്ള നിശ്ചയമാണെന്നിരിക്കട്ടെ. അവർ വിവാഹം കഴിച്ചൊരു ചെറുപ്പക്കാരൻ പറയാണ് നീ ഇനി ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുവാണെന്ന് വിചാരിക്കാം. അവരും ആ ഒരു റോങ് ഡിസിഷനിൻ്റെ പേരിൽ തൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റി വെച്ചിട്ട് അവരുടെ നിയോഗത്തിലേക്ക് നടക്കാതെ, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നടക്കാതെ വീട്ടിലിരിക്കാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങളൊരു നല്ല ഭാര്യ ആകുന്നു, നല്ലൊരു ഭർത്താവാകുന്നു, അത് ദൈവം കാണുന്നുണ്ട്. പക്ഷേ രക്ഷ വ്യക്തിപരമാണ്. എൻ്റെ ഭർത്താവിന് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ആത്മാവിനെ രക്ഷിക്കേണ്ടത്. എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേറെ ആർക്കും പറ്റില്ല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവത്തോട് ആരാഞ്ഞ്, ദൈവമേ എന്താണ് ഞാൻ ഭൂമിയിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അത് മനസ്സിലാക്കി, അതിനാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത് തന്നെ. നമ്മളിലൂടെ പൂർത്തീകരിക്കേണ്ട നന്മകൾ ഭൂമിയിൽ പൂർത്തീകരിച്ച് സംതൃപ്തിയോടുകൂടെ, നിങ്ങൾ ഈ വിശുദ്ധരേക്ക് നോക്കിയാൽ അറിയാം, അവർക്ക് ഒരുവിധം മരിക്കാറായെന്ന് മനസ്സിലാകുമ്പോൾ അവരവരുടെ പൂർത്തീകരണം നടത്തിയിട്ടുണ്ട്. അവർക്ക് എന്താണോ ചെയ്യാൻ വന്നത് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൽഫോൺസാമ്മയിലൂടെ സഹനം എന്ന ഒരു വലിയ ആത്മീയ പാഠം ലോകത്തെ പഠിപ്പിച്ചു. അത് അൽഫോൺസാമ്മയുടെ വിളിയാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിലാണെങ്കിലും സന്യാസ ജീവിതത്തിലാണെങ്കിലും ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. വിവാഹം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈഫാണ്, അത് ജീവിതമല്ല. നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ജീവിതമുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാകുന്നു വിവാഹം. ഇനി ആ വ്യക്തിപരമായ യാത്രയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പ്രാപ്തമാക്കുന്ന, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ വിവാഹം എന്ന കൺസെപ്റ്റ് തന്നെ. പക്ഷെ സപ്പോസ് നിങ്ങളൊരു റോങ് പാർട്ട്ണറിനോട് കൂടെയാണ്, നിങ്ങൾ എവിടെയോ തെറ്റായ ഡിസിഷൻ എടുത്തു, ദൈവത്തെ കേട്ടില്ല എന്ന് ചോദിച്ചാൽ ജീവിതകാലം മുഴുവനും അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ടാകും കേട്ടോ. പക്ഷെ ചില മനുഷ്യർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ശക്തമായ ഉൾപ്രേരണകൾ ഉണ്ടാകും. വഴി തെറ്റി എന്നൊരു ബോധ്യം നമുക്കുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിയോഗ പൂർത്തീകരണം ഇല്ല എങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നില്ല. ഈ സ്വർഗപ്രാപ്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ ദൈവം ചില സംഗതികളിൽ നിന്ന് മോചിപ്പിച്ച് അയാളെ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരും. ദൈവം എന്തിനാ അയാളെ ഉദ്ദേശിച്ചോ. ഇപ്പം ഞാൻ ഈ ഡോക്ടറിൻ്റെ സ്ത്രീയുടെ കഥ പറഞ്ഞ പോലെ ചിലപ്പം പങ്കാളിയെ കേൾക്കാതെ, പങ്കാളിയിൽ നിന്ന് വിട്ടുനിന്ന് പഠനം പൂർത്തീകരിച്ച് ഒരു ഡോക്ടറായി അവർ സേവനം ചെയ്യും. അപ്പോൾ അത് ഡോക്ടറായതുകൊണ്ട് ഇത്രയും വലിയ ജോലിയുടെ കാര്യം മാത്രമൊന്നുമല്ല, ചിലപ്പോൾ സുവിശേഷ വേലയും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആവുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുന്നത്, ഒരു ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറേ മനുഷ്യർക്ക് അനുഗ്രഹമുള്ള ഒരാളാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീടിനകത്ത് തന്നെ ജീവിക്കുന്ന ഒരു ജീവിതം ജീവിച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ സമാധാനം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആന്തരികമായി നിങ്ങൾ സ്റ്റക്കായി പോകും.
പ്രത്യേകിച്ച് നിങ്ങൾ ദൈവാനുഭവത്തിലേക്കും സ്പിരിച്വാലിറ്റിയിലേക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു വഴിയിലേക്ക് നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റക്കായി പോകും. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കേട്ടുകൊണ്ട്, നിങ്ങൾ ചുറ്റുമുള്ള മനുഷ്യരുടെ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങളുടെ ഉൾപ്രേരണകളെ നിങ്ങൾ കേൾക്കുന്നില്ല. ഇപ്പോൾ എന്നോട് ശക്തമായിട്ട് പറഞ്ഞു പഠിക്കുന്നത്, പക്ഷെ എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ എനിക്ക് സമാധാനമില്ല, എനിക്ക് പഠിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അവരിലൂടെ ഇവരിലൂടെ കാണുന്നവരൊക്കെ പറയും പഠിക്കണം, പഠനം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയും. പക്ഷെ എൻ്റെ പാർട്ട്ണർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെതായ പല ചിന്തകൾ കൊണ്ടും അമിതാകുലതകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഇനി വല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ, അതൊക്കെ ആയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ സൈഡാണ്, അത് അദ്ദേഹത്തിൻ്റെ സൈഡ് മാത്രമാണ്, അതെൻ്റെ ലൈഫല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് എഡ്യൂക്കേഷൻ വേണമെന്നുള്ളതാണ്. സോ എൻ്റെ എല്ലാ പഠനവും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ എതിർത്തുകൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ പഠിക്കാനല്ലേ പോകുന്നത്, വേറെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്. സോ എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ പുഷ് ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ പാർട്ട്ണറിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കായി പോവാണ് അവിടെ. ഞാനൊരു ബിസിനസ്സുകാരനാവേണ്ട ആളാണെന്ന് വിചാരിക്കുക, ബിസിനസ്സുകാരി ആവേണ്ട ആളാന്ന് എനിക്കറിയാം, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു. ചില മനുഷ്യർക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളിലേക്ക് അയാളെ വിളിച്ചിട്ടുണ്ട്, ആ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ്സുകാരനാവാനും ഉള്ള എല്ലാ തരത്തിലും ചിന്തിക്കുന്ന രീതിയും എല്ലാം ഒരു ബിസിനസ്സുകാരന് ചേർന്നതാണെങ്കിൽ അയാൾ പോയി ടീച്ചറായിട്ട് കാര്യമില്ല, ടീച്ചറാവാൻ അയാളെ പുഷ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം അത് വ്യക്തിപരമാണ് യാത്ര. എൻ്റെ ജീവിത പങ്കാളിക്കും ഒരു വ്യക്തിപരമായ യാത്ര ഉണ്ട്. അയാളാവാനേ സാധിക്കത്തുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അയാളോട് ചേഞ്ച് ആവാൻ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നുള്ള, ഐക്യപ്പെട്ട് പോകുമെന്നുള്ള സത്യമാണെങ്കിലും അയാളെ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു രീതിയുണ്ട്, അതനുസരിച്ചല്ലേ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ. അയാളോട് ഞാൻ ഇങ്ങനെയല്ല അങ്ങനെ ആവണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പറ്റുന്നില്ല. കാരണം അയാൾ അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന ദൈവം. സോ ആത്മാവിൽ നിങ്ങൾക്കൊരു പുഷ് ഉണ്ടാവും, നിങ്ങൾക്കത് ആന്തരികമായി നിങ്ങളുടെ ദൈവം ഇതിങ്ങനെ ചെയ്യും. ഇപ്പോൾ പഠിക്കാൻ സമയത്ത് പഠിക്കുക എന്നിങ്ങനെ ദൈവം പറഞ്ഞുകൊണ്ടേ ഇരുന്ന ആ സമയത്ത് ഞാൻ കുറേ വർഷങ്ങൾ അത് കേട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പഠനം പൂർത്തിയാകാത്തത്. പിന്നെ ഒരു രക്ഷയില്ലാണ്ട് വന്നപ്പോൾ മറ്റുള്ളവരൊക്കെ കളിയാക്കാനും പല രീതിയിൽ അതിനെ എനിക്ക് മുന്നോട്ട് പഠിക്കേണ്ടി വന്നു. അത് മുന്നോട്ട് റിസ്ക് എടുത്തു. ആരോടും ചോദിച്ചില്ല, ആരോടും പറഞ്ഞില്ല, റിസ്ക് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു ഫ്ലോ കിട്ടി. അപ്പോൾ ഈ സ്റ്റക്കായ അവസ്ഥ മാറി. അപ്പോൾ ആത്മാവിൽ ഒരു സ്റ്റക്കായ അവസ്ഥ ഉണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? അത് ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ദൈവം പറയുന്നുണ്ട്, മോളെ നിനക്ക് ഈ വഴിയാണ് പോകേണ്ടതെന്ന്. നിങ്ങൾ പറയുവാണ് അയ്യോ ചേട്ടൻ സമ്മതിക്കില്ല, ചെന്നാൽ നിങ്ങൾ വഴക്കുണ്ടാക്കാനല്ല പറയുന്നത്, മറിച്ച് എല്ലാറ്റിനും അവരെ നിങ്ങളുടെ ദൈവത്തെ കേൾക്കണം. തോന്നിവാസം ചെയ്യാനും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രേരണകളെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് എന്താകണമെന്ന് ദൈവമാണ് നിങ്ങളോട് പറയുന്നത്. അത് കേൾക്കാതെ നിങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് സ്റ്റക്കായാൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിന്നു എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ നിന്നു, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയില്ല. നിങ്ങളുടെ അനുസരണം ഒരു പുണ്യമാണ്, അതൊക്കെ ശരി തന്നെ. ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കുന്നതാണ് പുണ്യം. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് വിശ്വസിക്കുന്നതാണ് പുണ്യം. ചിലതൊന്നും ദൈവത്തിൻ്റെ ഹിതമല്ല. ഇപ്പോൾ മദർ തെരേസ പറഞ്ഞു എനിക്ക് പുറത്ത് പോയിട്ട് പാവങ്ങളെ സഹായിക്കണമെന്ന്. അവരുടെ മദറായിരുന്നവരൊന്നും അതിന് സമ്മതിച്ചില്ല. എന്തുകൊണ്ട് ഒരു ടീച്ചറായിട്ട് ശുശ്രൂഷ ചെയ്തുകൂടാ? അതും ഒരു സുശേഷ വേല തന്നെയല്ലേ. പക്ഷേ മദർ തെരേസയുടെ വിളി അതല്ല. അപ്പം അത്തരത്തിൽ വിളി കിട്ടിയ ആളുകൾ അതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് സ്റ്റക്കാവും, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും, നിങ്ങളുടെ ജീവിതം തന്നെ അവിടെ സ്റ്റക്കായി പോലെ തോന്നും. ഞാൻ വല്ലാതെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കല്ല കേട്ടോ. ഞാൻ റീസെൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവമാണ് എന്നെ പരിപാലിക്കണമെന്ന് അറിയാം. പക്ഷെ എന്നിട്ട് എനിക്ക് ആങ്സൈറ്റിയുടെ പിൽസ് കഴിക്കേണ്ടി വന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. കാരണം ഞാൻ ഡിപ്രഷനിലേക്ക് പോയി, അതും എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. കാരണം ദൈവവിശ്വാസിയുള്ള ഒരാളെ എങ്ങനെയാണ് നിരാശയിലേക്ക് പോകുന്നത്? കാരണം ഉള്ളിലിരുന്ന് പറയുന്ന ദൈവത്തെ കേൾക്കുന്നില്ല. ഉള്ളിൽ ദൈവം പറയുന്നുണ്ട്, മോളെ ഈ യാത്ര ഇവിടെ തീർന്നു, ഇനി പുതിയ യാത്ര തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളപ്പോൾ കുഴപ്പമില്ല, ഇത് ശരിയായിക്കോളും, ഇങ്ങനെ പോകാം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഉള്ളിലുള്ള ദൈവത്തെ കേൾക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ യാത്രയ്ക്ക് ഒരു തടസ്സം വന്നാൽ കുറേ നാൾ നിങ്ങൾ അവിടെ തന്നെ നിർത്തി ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൊരു മാറ്റമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അങ്ങനെ അവിടെ മാറുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ദൈവം കുറേ വെയിറ്റ് ചെയ്യിപ്പിക്കും. എനിക്ക് കുറേ പേരെ അറിയാം, അവർ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പങ്കാളികളുടെ സമ്മതത്തിന് വേണ്ടിയും പങ്കാളികളുടെ അനുവാദത്തിന് വേണ്ടിയൊക്കെ. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അവസാനം അവർ അവരുടേതായ രീതിയിലേക്ക് പോയി. അതായത് കൗൺസിലിംഗ് ശുശ്രൂഷ പോലും ഇതേ രീതിയിൽ നടത്തുന്നവരുണ്ട്. കാരണം ജീവിത പങ്കാളി ഇതിനെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ദൈവം വരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരത് മുന്നോട്ട് പോകുന്നു. ആരെ എതിർക്കണമെന്നോ കുടുംബജീവിതം തകർക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ നിങ്ങളുടെ പങ്കാളിക്ക് പറ്റില്ല, നിങ്ങൾക്ക് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം ചിലപ്പോൾ നിങ്ങളുടെ കോളിൻ്റെ ഒരു ഡെപ്ത് കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വളരെ വലിയൊരു കോളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ വിമോചിപ്പിക്കും, ദൈവം നമ്മളെ മോചിപ്പിക്കുന്നു. ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്നും അതൊരു ബന്ധനമായി മാറുന്നുണ്ട്, ആ ഒരു കെട്ടായിട്ട് മാറുന്നുണ്ട്. ആ കെട്ടിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു.
എന്നിട്ട് നിങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമായിട്ട് വിടുന്നു. അതിൻ്റെ ഫ്ലോനെ, അതായത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ എന്തോ വെച്ച് തടഞ്ഞു വെച്ചിരുന്നു, അതിങ്ങ് എടുത്തു മാറ്റുന്നു, അത് പിന്നെയും പോകുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അറിയില്ല എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവം എന്നെ നയിച്ച വഴിയാണ്, എൻ്റെ ജീവിതയാത്രയുടെ അനുഭവം കൂടിയാണ്. ദൈവം എന്നോട് പറഞ്ഞു ഒരു വിമോചനം ഉണ്ടാകും. അപ്പോൾ ഞാൻ കുറേ നാൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഒരുപാട് കുർബാനകൾ കണ്ട് പ്രാർത്ഥിച്ചു, പല കാര്യങ്ങൾ കണ്ട് പല പ്രാർത്ഥനകളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ കുറേ നാൾ വെയിറ്റ് ചെയ്തു, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയുടെ ഒരു ശക്തി അതിൽ സ്വീകരിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദൈവം ഒരു മെസ്സേജ് തന്നു, സിയോൻ പുത്രി, നിന്റെ മുഖം ഞാൻ തകർത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വചനഭാഗമുണ്ട്. സ്വതന്ത്രമാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വചനഭാഗമുണ്ട്. അത്ഭുതകരമായ വിധത്തിൽ എനിക്ക് അങ്ങനെ എന്നെ സ്റ്റക്കാക്കി നിർത്തുന്ന ചില കാര്യങ്ങളിൽ നിന്നും, എൻ്റെ ആത്മാവ് പ്രചോദിപ്പിച്ചിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പല കാര്യങ്ങളിൽ നിന്നും ദൈവം എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നിയോഗത്തിന് സപ്പോർട്ടീവ് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങളും, അത് വ്യക്തിയാണെങ്കിലും ബന്ധമാണെങ്കിലും, ദൈവം എടുത്തു മാറ്റി. കാരണം എൻ്റെ ആത്മരക്ഷയാണ്. എനിക്ക് ഇനി ഈശോയെ കണ്ടേ പറ്റൂ. ഞാൻ ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്ത ഒരാളാണ്. ഞാൻ ഈശോ പറഞ്ഞതുപോലെ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി കാരണം എൻ്റെ ഒരു ആത്മരക്ഷ ഇല്ലാതാകുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കത് ഭയങ്കര ഒരു സഹനമായിരിക്കും. എനിക്ക് ആത്മരക്ഷ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഈശോയെ മരണത്തിന് ശേഷം കണ്ടേ പറ്റൂ. അതൊക്കെ ദൈവമാണ് തരുന്നത്. എങ്കിൽ തന്നെയും എൻ്റെ നിയോഗം എനിക്ക് പൂർത്തീകരിക്കണം. അത് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് നിർത്താൻ കഴിയില്ല. ഈ യൂട്യൂബ് ചാനൽ നടത്താൻ എനിക്ക് ഇത് കണ്ടിട്ടുള്ള ചില സുഹൃത്തുക്കളെ സപ്പോർട്ടീവ് അല്ലാതെ എനിക്ക് എൻ്റെ ആരുടെയും സപ്പോർട്ടില്ല. പക്ഷേ എന്നോടിത് പറഞ്ഞ ദൈവമാണ്, ഞാൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിലൂടെ ദൈവം ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം പൂർത്തീകരിക്കാനുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം. പക്ഷെ ചില സമയങ്ങളിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം അവിടെ ഒരു ഇടപെടൽ നടത്തും. പക്ഷെ പെട്ടെന്ന് നടത്തില്ല, വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായിരിക്കും. എന്നിട്ടും ഓക്കെ, അല്ലെങ്കിൽ ദൈവം അവിടെ ഒരു ഇടപെടൽ നടത്തും. അവിടെ നിന്ന് ഒരുപക്ഷെ ദൈവം നിങ്ങളെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാം. നിങ്ങളെ ചിലപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു അവസരത്തിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ രണ്ടാമതൊരാൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ നിയോഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ വരുന്ന ഒരു പാർട്ട്ണറെയോ അല്ലെങ്കിൽ ഒരു സഹായമോ ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം ഒരു ദൈവം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആളുകൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, രണ്ടാം വിവാഹം എന്ന് പറയുന്നത് സ്വർഗം വെറുക്കുന്ന ഒരു സംഗതിയല്ല. വിവാഹമോചനം എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷെ രണ്ടാം വിവാഹം എന്ന് പറയുന്നത് ഒരു പാപമല്ല. ചിലപ്പോൾ ദൈവം അങ്ങനെ ഒരു ഇടപെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടത്തും. അപ്പോൾ അത് വളരെയധികം 90% ആളുകൾക്ക് വേണ്ട ഒരു സന്ദേശമല്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ. പൊതുവായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക പദ്ധതി അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിളി. അപ്പോൾ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരിക്കട്ടെ നിങ്ങളുടെ പാർട്ട്ണർ. അങ്ങനെയല്ല എങ്കിൽ ദൈവം ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന് മുന്നോട്ട് നയിച്ച് ദൈവം നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് മനുഷ്യന്മാർ തടസ്സം നിന്നാലൊന്നും ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ പറയും ഇതുപോലത്തെ മോശം ബിഹേവിയറൊക്കെ ഉള്ളവരാണെങ്കിലും, ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് പഠിക്കണ്ടെന്ന് പറയുന്നു, ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു, അപ്പോൾ അതൊക്കെ ഒരു സഹനമായിട്ടെടുത്ത് മറ്റേ വ്യക്തിക്ക് വേണ്ടി, അതൊക്കെ എനിക്കറിയില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും സക്സസ് ആവുന്ന ഒരു തോട്ടമൊന്നല്ല. അതൊക്കെ പഴയ ചിന്താരീതിയാണ്. സുവിശേഷത്തിന് മാറ്റം വരുന്നില്ല. പക്ഷെ സുവിശേഷം വീഞ്ഞു പോലെയാണെന്ന് പറയും. അതിന് ഇരിക്കുന്നതോറും അതിന് മൂല്യം കൂടി വരുവാണ്. ഏത് കാലഘട്ടത്തിലും സുവിശേഷത്തിന് പ്രശസ്തിയുണ്ട്. സോ നിങ്ങൾക്കൊരു വിളിയുണ്ട്. നിങ്ങളുടെ ഉൾപ്രേരണ എന്താണോ പറയണത് അതനുസരിച്ച് ചെയ്യണം. അതിന് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൻ്റെ കെട്ട് ദൈവം പൊട്ടിക്കും. എന്നിട്ട് ദൈവം നിങ്ങളെ പുതിയ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. ഈജിപ്ത് എന്ന് പറയുന്നത് ഒരു നരക അനുഭവമായി മാറുവാണെങ്കിൽ ഒരു കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തനാണ് ദൈവം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.